ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഗ്രീൻ സലാഡാണ്. വളരെ കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു വെജ് സലാഡ്. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഒരു കുക്കമ്പർ, 2 സവാള, 2 ക്യാരറ്റ്, ഒരു 6 പച്ചമുളക്, ഒരു ചെറുനാരങ്ങ വലുത്. ഇതിൽ മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല, സവാള മാത്രമേ മുഴുവനായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് തക്കാളി വേണം. ഞാൻ ഇപ്പോൾ 2 കാണിച്ചിട്ടുണ്ട്, 1 മതിയാവും. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പൊടിയുപ്പ്, ഇത്രയാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിത് ആ കുക്കമ്പർ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം മതിയാവും. കുക്കമ്പറിൻ്റെ പുറം ഭാഗം ഞാൻ ആ പീലറിൻ്റെ മുന വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്യാരറ്റും അതേപോലെ ഡിസൈനാക്കി കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് ആ കുക്കമ്പർ നൈസായിട്ട് ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ക്യാരറ്റും 1 മതിയാവും. ഇപ്പോൾ ഞാൻ 2 ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. 1 ക്യാരറ്റിൻ്റെ പകുതി ഇതേപോലെ കട്ട് ചെയ്തു. വേറൊരു ക്യാരറ്റിൻ്റെ പകുതി നമ്മൾക്ക് വേറെ ഡിസൈനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതേമാതിരിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാള കട്ട് ചെയ്യാം. അപ്പോൾ സവാള കട്ട് ചെയ്യാനും എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും, എന്നാലും ഒന്നുകൂടി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അത്താഴത്തിനാണ് ഈ സലാഡ് മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. ചപ്പാത്തി 3 കഴിക്കുകയാണെങ്കിൽ 2 കഴിച്ചിട്ട് ബാക്കി സലാഡ് ഉൾപ്പെടുത്തുക. അതേമാതിരി ചോറായാലും കുറച്ച് ഇതേമാതിരി ചെയ്യുക. പിന്നെ പച്ചമുളക് ഇതേപോലെ നമ്മൾ നീളത്തിൽ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. തക്കാളി നമുക്ക് 1 മതിയാവും. അതും നമ്മൾ സവാള കട്ട് ചെയ്തതുപോലെ വളരെ നൈസായിട്ട് ഇതേമാതിരി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഒന്ന് പ്ലേറ്റ് ചെയ്തെടുക്കണം. നല്ല വൃത്തിയായിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇതേപോലെ അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ആദ്യം സവാള അതിൻ്റെ സൈഡ് ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് 2 സവാള അത് കറക്റ്റായി വന്നു. ഇനി നമ്മൾ ആ കുക്കുംബർ അതിൻ്റെ സൈഡിലൂടെ ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് അതേപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ക്യാരറ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് തക്കാളി അതിൻ്റെ മേലെ ഇതേമാതിരി ഡിസൈൻ ചെയ്ത് അത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് പച്ചമുളക് ഇതേപോലെ അങ്ങോട്ട് സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായില്ലേ. അപ്പോൾ നമ്മൾ ഈ ബാക്കി ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അതും ഇതേപോലെ സൈഡിൽ വെച്ച് അടിപൊളിയാക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചാലും നമ്മൾക്കിത് നല്ലൊരു ഗുണമുണ്ടാവും. പക്ഷേ ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറുനാരങ്ങ ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ 3 ഭാഗം ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുരുവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് 3 ഭാഗവും ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ അടിപൊളി വെജ് സലാഡ് ഇവിടെ റെഡിയായി വന്നു. അപ്പോൾ അത്താഴത്തിന് നിങ്ങൾ ഇതേപോലെ ഒന്ന് കഴിച്ച് നോക്കുക. അതായത് നമ്മൾ 40 വയസ്സെല്ലാം കഴിഞ്ഞവർക്കൊക്കെ നല്ല ആരോഗ്യത്തിന് കൊളസ്ട്രോൾ, BP, ഷുഗർ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും. ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ദഹനം നടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാം ക്ലിയറായി വരും. ഇപ്പോൾ ഈ സമയത്ത് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടിയും ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 2 പേർക്ക് കഴിക്കാവുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഡിന്നറിന് എന്തായാലും ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്